നീ എൻ സ്വന്തം ഭാഗം 87. ഞാനിട്ടു തന്നത് അവിടെ തന്നെയില്ലേ? അവൻ ചോദിച്ചു. ഉണ്ട്, അവൾ പറഞ്ഞു. ഒന്ന് കാണിച്ചു തരാമോ? അവൻ ചോദിച്ചതും ഇല്ല, അതൊന്നും പറ്റില്ല, അവൾ പറഞ്ഞു. മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചു. അപ്പോൾ നീ കാണിച്ചു തരുന്നില്ല. എന്നാ ഇനി ഞാൻ നോക്കിക്കോളാം. പിന്നെ ഞാൻ ചോദിച്ചില്ല, പറഞ്ഞില്ല, അറിഞ്ഞില്ല എന്നൊന്നും പറയരുത്, കേട്ടല്ലോ? അവൻ പറഞ്ഞു. ഞാൻ വയ്ക്കുകയാണ്, അവൾ പറഞ്ഞു. ശരി, എന്നാ വെച്ചോ. അപ്പോൾ ഇതിങ്ങനെ എൻ്റെ നെഞ്ചിൽ നീ വരുന്നത് വരെ, എന്ന് നീ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ നിന്നെ താലി കെട്ടി ഈ ശ്രീദേവിനെ സ്വന്തമാക്കുന്നു അന്ന് വരെ ഇത് എൻ്റെ നെഞ്ചിലുണ്ടാകും. അതുവരെ എൻ്റെ ഓരോ രാത്രിയിലും എനിക്ക് കൂട്ടായിട്ട് ഇതെൻ്റെ കഴുത്തിലുണ്ടാകും. നീ വരുന്നത് വരെ. ശ്രീദേവ് വീണ്ടും ആ ചെയിനിൽ ചുണ്ടോട് ചേർത്ത് പറഞ്ഞു. അവൻ അത് പറയുമ്പോൾ ഫോണിലൂടെ തന്നെ അവൻ ദക്ഷയെ നോക്കുന്നുണ്ടായിരുന്നു. ദക്ഷ കണ്ണുകൾ മുറുക്കി അടച്ചു. ദക്ഷ, കണ്ണു തുറക്ക്, അവൻ പറഞ്ഞു. ദേവ്, ഞാൻ വയ്ക്കുകയാണ്, ഗുഡ് നൈറ്റ്. അത്രയും പറഞ്ഞ് അവൾ വേഗം ഫോൺ കട്ട് ചെയ്തതും ശ്രീദേവ് ഒരു പുഞ്ചിരിയോടെ ഫോൺ നെഞ്ചിലേക്ക് വെച്ചുകൊണ്ട് അവൻ ആ ചെയിനിൽ പിടിച്ച് ഇന്ന് അവളോടൊപ്പം ഉണ്ടായിരുന്ന ആ നിമിഷങ്ങളെല്ലാം ആലോചിച്ച് എപ്പോഴോ ദേവ് ഉറക്കത്തിലേക്ക് പോയി. ദക്ഷയ്ക്കും അതുപോലെ തന്നെയായിരുന്നു. അവളുടെ കൈകൾ അറിയാതെ ടോപ്പിനുള്ളിൽ കൂടി അവളുടെ ഹിപ്പ് ചെയിനിൽ പിടിച്ചു. ദേവ് ഇട്ടുകൊടുത്തത് അതുപോലെ തന്നെ ഇപ്പോഴും കിടക്കുന്നുണ്ട്. പിന്നീട് അവൾ ഇന്ന് ശ്രീദേവ് ഇട്ടുകൊടുത്ത ബ്രേസ്ലെറ്റിൽ പിടിച്ചു. അതിൽ പതിയെ ചുംബിച്ചുകൊണ്ട് അവളും ഉറക്കത്തിലേക്ക് പോയി. രാവിലെ എന്നത്തെയും പോലെ തന്നെ എല്ലാവരും രാവിലെ തന്നെ മോർണിംഗ് വാക്കിന് പോകാനേ എഴുന്നേറ്റു. അവർ താഴേക്ക് ചെന്നപ്പോൾ അവരെയും കാത്തുന്നത് പോലെ വിശ്വവും റോയും ശങ്കറും ഉണ്ടായിരുന്നു. ദക്ഷയുടെ കണ്ണുകൾ അവിടെ ശ്രീദേവിനെ പരതുന്നത് കണ്ടതും പുറത്തുണ്ട് എന്നുള്ള രീതിയിൽ റോയ് കണ്ണു കാണിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു. എന്നും രാവിലെ പതിവുള്ള മെസ്സേജ് ഇപ്പോഴും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്നേ പിന്നെ എല്ലാ ദിവസവും രാവിലെ കാണാറുണ്ട്. ഇന്ന് ദേവിന് ഷൂട്ടുണ്ടോ മോനെ? അവിടെ ഇരുന്ന് പത്രം വായിച്ചു കൊണ്ടിരുന്ന മുത്തശ്ശൻ ചോദിച്ചു. ഇല്ലെന്നാ പറഞ്ഞത്. ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് അവൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഷൂട്ട്. നാളെ വിഷുവാണ്. മുത്തശ്ശൻ മറന്നോ? പിന്നെ മറക്കാനോ? ഇപ്രാവശ്യത്തെ വിഷുവിന് ഈ വീട് നിറച്ച ആളുകളല്ലേ. ഒരുപാട് സന്തോഷമുണ്ട്, മുത്തശ്ശൻ പറഞ്ഞു. മുത്തശ്ശ, നല്ല കനത്തിൽ വിഷു കൈനീട്ടം തരണം കേട്ടോ, ശങ്കർ പറഞ്ഞു. പിന്നെന്താ മോനെ, നല്ല കനത്തിൽ തരാം. നീ രാവിലെ തന്നെ എൻ്റെ അടുത്തേക്ക് വരണം കേട്ടോ, കനത്തിൽ വാങ്ങാൻ വേണ്ടി, മുത്തശ്ശൻ പറഞ്ഞതും അതിലൊരു ആക്കലില്ലേ? ശങ്കർ വിശ്വത്തിനോട് ചോദിച്ചു. ഇല്ലടാ, നിനക്ക് തോന്നിയതാ, ഞങ്ങൾക്കൊന്നും തോന്നിയില്ല. അല്ല, നിങ്ങൾക്കും വേണോ പിള്ളേരെ കനത്തിൽ? മുത്തശ്ശൻ ചോദിച്ചതും മുത്തശ്ശൻ ആരെയാ ഈ പിള്ളേരെന്ന് വിളിക്കുന്നത്? ഈ മുതുക്കന്മാരെയാണോ? ഭാനു ചോദിച്ചു. അത് കേട്ടതും വിശ്വവും റോയും ശങ്കറും ഇവളെ മിക്കവാറും ഞങ്ങൾ ഏതെങ്കിലും പൊട്ടക്കണറ്റിൽ താത്തും, റോയാണ് പറഞ്ഞത്. അത് കേട്ടതും വിശ്വം അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. പിന്നെ ഇതിൻ്റെ വായിന്ന് വരുന്നത് കേട്ട ഇതിന് ഏതെങ്കിലും കോക്കാച്ചിക്ക് പിടിച്ചു കൊടുക്കാൻ നിനക്ക് തോന്നുന്നില്ലേ? റോയ് പറഞ്ഞതും കോക്കാച്ചിയോ? അതെന്ത് സാധന? ശരണ്യ കേട്ടതും ഇനി നീ കോക്കാച്ചിയെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്ക് മോളെ. അത് ചോദിച്ച് വിശദമായിട്ട് അറിഞ്ഞിട്ട് നീ വന്നാൽ മതി കേട്ടോ. ഇവനെ ഇവിടെ നിൽക്കട്ടെ, വിശ്വം പറഞ്ഞതും അവൻ്റെ പെണ്ണിനെ പറഞ്ഞത് അവന് പിടിച്ചില്ല. റോയ് ശങ്കറിനോട് പറഞ്ഞതും അതെ, അവൻ്റെന്നല്ല, ആരുടെ പെണ്ണിനെ പറ്റി പറഞ്ഞാലും പിടിക്കില്ല. നിനക്ക് വേണമെങ്കിൽ ഞാനൊന്ന് തെളിച്ചു തരാം. സാരംഗിയെ, അവൻ കണ്ണ് കാണിച്ചതും എൻ്റെ പൊന്ന് ശങ്കറെ, നീ ഒന്നും മിണ്ടാതിരിക്കേ, എൻ്റെ വായിന്ന് അബദ്ധത്തിൽ വീണു പോയതാ, റോയ് പറഞ്ഞു. അല്ല, നിങ്ങളാരും വരുന്നില്ലേ? ശ്രീദേവ് പുറത്തുനിന്ന് ചോദിക്കുന്നത് കേട്ടതും ഏട്ടാ വരുന്നു, വാ നമുക്ക് നടക്കും വഴി പറഞ്ഞു തന്നാൽ മതി എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ശരണ്യ റോയുടെ കയ്യിൽ പിടിച്ചതും ഇതിലും വലിയ ശിക്ഷ നിനക്ക് കിട്ടാനില്ല, വിശ്വം പറഞ്ഞുകൊണ്ട് നടന്നു. അവൻ്റെ പുറകെ തന്നെ എല്ലാവരും നടന്നു. അപ്പോൾ പെട്ടെന്ന് ദക്ഷ തിരിഞ്ഞു നിന്ന് മുത്തശ്ശൻ ഇന്ന് മോർണിംഗ് വാക്കിന് പോയോ? അവൾ ചോദിച്ചു. ഇല്ല, മുത്തശ്ശൻ അകത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്താ മുത്തശ്ശൻ പോവാഞ്ഞത്? അവൾ ചോദിച്ചു.
മടി, അല്ലാതെ എന്താ മോളെ? അത് കേട്ടുകൊണ്ട് വന്ന മുത്തശ്ശി പറഞ്ഞതും മുത്തശ്ശൻ ദക്ഷയെ ദയനീയമായി നോക്കി. ഇല്ല മോളെ, ഇന്നലെ മുതലേ കാലിന് ചെറിയൊരു വേദന. മുത്തശ്ശൻ പറഞ്ഞതും അതെ, ആ കള്ള വേദനയും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരുന്നോ? നിങ്ങൾക്ക് ഈ പിള്ളേരുടെ ഒപ്പം നടക്കാൻ പാടില്ലേ? മുത്തശ്ശി ചോദിച്ചതും എന്തിനാ ഗ്രാൻഡ്മ വഴക്ക് പറയുന്നത്? മുത്തശ്ശന് വയ്യാങ്ങിട്ടല്ലേ? കാൽവേദന ഉള്ളത് കൊണ്ടല്ലേ? അങ്ങോട്ട് വന്നുകൊണ്ട് കനിക പറയുന്നത് കേട്ട് ദക്ഷയും എല്ലാവരും അവളെ നോക്കി. മുത്തശ്ശിയും മുത്തശ്ശനും പരസ്പരം നോക്കി. പിന്നെ കനികയെ നോക്കി. മുത്തശ്ശന് വയ്യെങ്കിൽ നടക്കാനൊന്നും പോകണ്ടാട്ടോ. ഒരുപാട് സമയം നടന്നാലേ വേദന കൂടും. ഇപ്പോൾ എന്താ നാളെ വിഷു അല്ലേ വരുന്നത്? ഈ സമയത്തൊക്കെ വയ്യാതായി കഴിഞ്ഞാൽ അത് സങ്കടാവില്ലേ മുത്തശ്ശ? അവൾ ചോദിച്ചുകൊണ്ട് മുത്തശ്ശൻ്റെ അടുത്ത് തന്നെ വന്ന് ഇരുന്നു. അതുകൂടി കണ്ടതും മുറ്റത്തേക്കിറങ്ങിയ വിശുവും റോയും ശങ്കറും കണ്ണുമിഴിച്ച് അവളെ തന്നെ നോക്കി. എന്നാൽ ശ്രീദേവ് ഇതെല്ലാം താൻ പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ള രീതിയിൽ ഒരു പുച്ഛ ചിരിയോടെ തിരിഞ്ഞു നടന്നു. അതിനു മാത്രം എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളെ, മുത്തശ്ശൻ പറഞ്ഞു. എന്നാലും ദേ, ഞങ്ങളിന്ന് ദാദിയെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകുന്നുണ്ട്. മുത്തശ്ശനും പോര്, നമുക്ക് ഡോക്ടറെ കാണാം. ഇങ്ങനെയുള്ളതൊന്നും വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, അവൾ പറഞ്ഞു. അപ്പോഴാണ് ശരണ്യ അവളുടെ ഡ്രസ്സ് നോക്കുന്നത്. ചീച്ചി, എന്നെ ഒന്ന് നുള്ളിക്കേ, അവൾ പറഞ്ഞതും അവളുടെ തൊട്ടടുത്ത് നിന്ന റോയ് കേൾക്കാൻ കാത്തു നിന്നതുപോലെ അവളുടെ കയ്യിൽ മുറുകെ പിച്ചി. എൻ്റെ കൈ! അവൾ കിടന്ന് കരയുന്നത് കണ്ടതും പെട്ടെന്ന് ശ്രീദേവ് തിരിഞ്ഞു നോക്കി. എന്താ? അവൻ ചോദിച്ചു. ഒരു ഉറുമ്പ് കടിച്ചതാടാ, റോയ് പറഞ്ഞതും അതിന് ഇത്ര ഒച്ചെടുക്കണോ? അയ്യോ ഏട്ടാ, ഇതൊരു വല്ലാത്ത ഉറുമ്പാണ്. തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ടോ? കൈ ഒഴിഞ്ഞുകൊണ്ട് ശരണ്യ പറഞ്ഞത് കേട്ടതും ഇവളിതൊക്കെ എങ്ങനെ പഠിച്ചു? ദേ, ഇവളുടെ കൂടെ കൂടി പഠിച്ചതാ. അല്ലെങ്കിൽ ഈ കൊച്ചിങ്ങനെ ഏടോന്നോ പോടോന്നൊന്നും എന്നെ വിളിക്കാറില്ല. ഇച്ചായ എന്നല്ലാതെ. ഇവള് ഈ കൊച്ചിനെ നശിപ്പിച്ചു. എൻ്റെ പൊന്നു മോളെ, നീ ഇവളുടെ കൂടെ കൂടെ നടന്ന് ചീത്തയാവല്ലേ എന്ന് പറഞ്ഞ് ഭാനുവിനെ കാണിച്ചു കൊടുത്തതും സാരംഗി, നിനക്ക് ഇയാളെ കുറച്ച് ദിവസത്തേക്ക് മാത്രം പ്രണയിച്ചാൽ മതിയോ? ജീവിതകാലം മുഴുവനും വേണോ? അവൾ സാരംഗിയോട് പതിയെ ചോദിച്ചതും സാരംഗി ഭാനുവിനെ നോക്കി. ഇല്ലെങ്കിൽ മിക്കവാറും എൻ്റെ കൈ കൊണ്ടായിരിക്കും ഇയാൾ ചാകുന്നത്. ഞാൻ ഒരാളെ കൊല്ലുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് എൻ്റെ ചെറിയമ്മയെ ആയിരിക്കുമെന്ന്. അല്ല, എൻ്റെ കൈ കൊണ്ട് ചാകാൻ പോകുന്നത് ഇയാളാണ്, ഉറപ്പ്. ഭാനു അതും പതിയെ തന്നെയാണ് പറഞ്ഞത്. ദേ, അവൾ എന്തോ പറയുന്നുണ്ട്. നിനക്കുള്ള പണിയാകാനാണ് സാധ്യത. വിശ്വം പറഞ്ഞതും ഞാൻ പോയി എന്ന് പറഞ്ഞ് റോയ് മുന്നിൽ നടന്നു പോകുന്ന ശ്രീദേവിൻ്റെ അടുത്തേക്ക് ചെന്നു. അല്ല ശ്രീദേവ്, നീ എന്താ അവിടെ നിന്ന് ആ കാഴ്ചകളൊന്നും കാണാഞ്ഞത്? ശ്രീദേവിനോട് റോയ് ചോദിച്ചതും ഞാനത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇനി അങ്ങോട്ട് അവളുടെ ആക്ടിങ് നമുക്ക് പ്രതീക്ഷിക്കാം, ശ്രീദേവ് പുഞ്ചിരിയോടെ പറഞ്ഞുകൊണ്ട് നടന്നു. ഗേറ്റ് കടക്കുന്നതിന് മുമ്പ് അവൻ തിരിഞ്ഞു നോക്കി. അവിടേക്ക് തന്നെ നോക്കി നിൽക്കുന്ന ദക്ഷയെ കണ്ടതും അവൻ കണ്ണുകൊണ്ട് വരാൻ കാണിച്ചതും അവൾ എല്ലാവരെയും ഒന്ന് നോക്കി. മക്കളെ, നിങ്ങൾ പോയിട്ട് വാ, മുത്തശ്ശി പറഞ്ഞതും എന്നാ മുത്തശ്ശ, കള്ളത്തനം പറഞ്ഞ് സ്കൂളിൽ പോകാതെ ഇരിക്കുന്നത് പോലെ ഇവിടെ ഇരുന്നോട്ടോ, ഞങ്ങൾ പോയിട്ട് വരാവേ, ശ്രീകുട്ടി പറഞ്ഞു. നാളെ മുതൽ ഞാൻ നിങ്ങളുടെ കൂടെ വരാം, മുത്തശ്ശൻ പറഞ്ഞു. ഇനിയിപ്പോൾ നാളെ മുതലാക്കണ്ട മുത്തശ്ശ, വിഷു കഴിഞ്ഞിട്ട് വന്നാൽ മതി, ദക്ഷ പറഞ്ഞു. അത് മതിയില്ലേ? എന്നാൽ പിന്നെ ഇനി വിഷു കഴിഞ്ഞിട്ടാവാം നടത്തം, മുത്തശ്ശൻ പറഞ്ഞു. എന്തെങ്കിലും ആരെങ്കിലും പറയാൻ നോക്കിയിരിക്കുകയായിരുന്നു. മോളത് പറഞ്ഞപ്പോൾ പൂർത്തിയായിട്ടുണ്ട്, മുത്തശ്ശി പറഞ്ഞു. ദക്ഷ മുത്തശ്ശനെ നോക്കി ചിരിച്ചതും മുത്തശ്ശൻ രണ്ട് കണ്ണും ചിമ്മിക്കാണിച്ചു. എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ. വരുമ്പോഴും ഈ പത്രം മുഴുവനും വായിച്ചു തീർന്നിട്ടുണ്ടാവോ? ദക്ഷ ചോദിച്ചു. അതില്ല, ഈ മുത്തശ്ശനോട് ഓരോ മുക്കും മൂലയും എപ്പാ ചോദിച്ചാലും മുത്തശ്ശൻ പറയും. അത്ര ബൈഹാർട്ടായിട്ടാണ് ഒരു പത്രം പോലും വായിക്കുന്നത്. എനിക്കൊന്നും ഇങ്ങനെ പറ്റാറില്ല, മുത്തശ്ശി പറഞ്ഞു. അത് കേട്ട് പുഞ്ചിരിയോടെ ദക്ഷയും കൂട്ടരും നടന്നു. കുറച്ച് മുന്നോട്ട് പോയതേ കണ്ടു അവിടെ കാത്തു നിൽക്കുന്ന ശ്രീദേവിനെ. അത് കണ്ടതും ദേ ദേ ശ്രീദേവ് സാർ കാത്തു നിൽക്കുന്നു. ഇത് കാണുമ്പോൾ ഈ കഴിഞ്ഞ ഒരു മൂവി ഉണ്ടായിരുന്നല്ലേ, കോളേജിൽ പഠിക്കുന്ന ഹീറോ ആയിട്ട് സാറ്, അതിലിങ്ങനെ നായികയെ കാത്തു നിൽക്കുന്നില്ലേ, അതുപോലെ തോന്നുന്നു അല്ലേ? സാറിന് ശരിക്കും മേക്കപ്പ് ഒന്നും വേണ്ട, എന്നെ ഗ്ലാമറല്ലേ,
ഇപ്പോൾ ദേ ഇവളെ കാത്തു നിൽക്കുന്നത് കാണുമ്പോൾ ശരിക്കും ഒരു സിനിമ കാണുന്നത് പോലെ എനിക്ക് തോന്നുന്നത്, ശ്രാവണി പറഞ്ഞു. അത് ശരിയാട്ടോ. ദക്ഷയും ദേവ്സാറുവിനെയും കൂടി ഒരുമിച്ച് കണ്ട നായകന് നായികയാണെന്നേ പറയൂ. ശ്രീദേവിൻ്റെ അടുത്തെത്താറായതും ശ്രീകുട്ടി അത് പറഞ്ഞത് അത് ശ്രീദേവ് വ്യക്തമായിട്ട് കേൾക്കുകയും ചെയ്തു. അതെ, നിങ്ങളോട് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചതാ. ഇന്നലെ പറയണമെന്ന് വിചാരിച്ചു, പക്ഷേ ഞാൻ മറന്നുപോയി. എന്താ? എല്ലാവരും ആകാംക്ഷയോടെ ചോദിച്ചു. അല്ല, നിങ്ങൾ എന്തിനാ എന്നെ ശ്രീദേവ് സാറെന്ന് വിളിക്കുന്നത്? എന്നെ ശ്രീയേട്ടെന്ന് വിളിച്ചാൽ മതി. മുത്തശ്ശിയും മുത്തശ്ശനും എല്ലാവരും എന്നെ ശ്രീ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ ശ്രീയേട്ടൻ എന്ന് വിളിക്കാം, ശ്രീദേവ് പറഞ്ഞു. അതിലും കുറച്ചുകൂടി നല്ലത് ദേവേട്ടൻ എന്നല്ലേ? ഭാനു ചോദിച്ചതും അത് വേണ്ട, ആ വിളി വേണ്ട, അത് വിളിക്കാൻ എനിക്കൊരാളുണ്ട് എന്ന് പറഞ്ഞ് ശ്രീദേവിൻ്റെ അടുത്ത് നിന്ന് ദക്ഷയുടെ കയ്യിൽ പിടിച്ചു. ആ, ഇതൊക്കെയാണ് കാണേണ്ടത്. ഒരു ഫോട്ടോ എടുത്ത് നമുക്ക് ഓൺലൈൻ ന്യൂസിൽ കൊടുത്താലോ? വിഷു ആയിട്ട് എല്ലാ ചാനലുകളും പുതിയ പുതിയ മൂവീസ് കൊണ്ടുവന്ന് അവരുടെ ചാനലിന് റീച്ച് കൂട്ടുമ്പോൾ ഈ ന്യൂസ് നീ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മാലപ്പടക്കം പൊട്ടുന്നത് പോലെ ആയിരിക്കും ഈ ന്യൂസ് പൊട്ടാൻ പോകുന്നത്. എന്തിനാടി നല്ലൊരു വിഷു ആയിട്ട് ആരാധികമാരുടെ എല്ലാം നെഞ്ചിൽ തീ കോരിയിടുന്നത്? ശ്രീദേവിനെ നോക്കിക്കൊണ്ട് സാരംഗി പറഞ്ഞു. ആ, അതും ശരിയാ. അവർക്ക് കുറച്ച് നാൾ കൂടി പ്രതീക്ഷ കൊടുക്കാം, അല്ലേ ദക്ഷ? ഭാനു ചോദിച്ചു. അതെ, നിങ്ങൾ മിണ്ടാതെ നടക്കുന്നുണ്ടോ? എപ്പോൾ നോക്കിയാലും ബാ 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 ബാ, ഇത് തന്നെ പറയാനുള്ളൂ. നിങ്ങൾക്ക് വായൊന്നും വേദനിക്കുന്നില്ലേ? റോയ് ചോദിച്ചു. അതെ, ഞങ്ങളെല്ലാവരും വായ തോരാതെ സംസാരിക്കുന്ന കൂട്ടത്തിലാണ്. നിങ്ങൾ ഇങ്ങനെ മസിലും പിടിച്ച് നടന്നിട്ട് എന്താ കാര്യം? സത്യം പറ, ഞങ്ങൾ വന്നേ പിന്നെയല്ലേ നിങ്ങൾ 4 എണ്ണവും സംസാരിക്കാൻ തുടങ്ങിയത്? മര്യാദയ്ക്കെങ്കിലും, ഭാനു ചോദിച്ചു. അത് നീ പറഞ്ഞത് സത്യമാണ്. നിങ്ങളെ കണ്ടേ പിന്നെയാണ് ഞങ്ങളൊന്ന് സംസാരിക്കാൻ തുടങ്ങിയത്. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ജീവനിൽ കൊതിയുണ്ട്. നിങ്ങളുടെ മുന്നിൽ പിടിച്ചു നിൽക്കണ്ടേ? അതിനുവേണ്ടിയാ ഞങ്ങൾ കിടന്ന് കഷ്ടപ്പെടുന്നത്. അതും പറഞ്ഞ് ചുണ്ടുകൊട്ടി അവളെ ഒന്ന് പുച്ഛിച്ചുകൊണ്ട് വിശ്വം നടന്നു. ഇയാൾക്ക് എപ്പോഴും എന്നെ കാണുമ്പോൾ ഇതിന് മാത്രം പുച്ഛം എവിടെ നിന്നാണോ വരുന്നത്? ഭാനു പറയുന്നത് കേട്ട് എല്ലാവരും ചിരിച്ചു. ശ്രീദേവ് ദക്ഷയുടെ കൈ പിടിച്ചുകൊണ്ടാണ് നടന്നത്. ആരെങ്കിലുടെയും വണ്ടി പാസ് ചെയ്ത് പോവുകയോ ആരെങ്കിലും നടന്നു വരികയോ ചെയ്യുന്ന കണ്ട ദക്ഷ ശ്രീദേവിൻ്റെ കയ്യിൽ നിന്ന് കൈ പിടിക്കാൻ നോക്കും. ആ സമയം ശ്രീദേവ് അവളെ ഒന്ന് കോർപ്പിച്ച് നോക്കും. എല്ലാവരും ചിരിയും വർത്തമാനങ്ങളും കളിച്ചിരിയും വഴക്കുകൂടലും എല്ലാമായിട്ടാണ് നടന്നത്. അതുകൊണ്ട് തന്നെ ആ രാവിലത്തെ നടത്തം അവരെല്ലാവരും ഒരുപാട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. തിരിച്ച് അവർ വീട്ടിലെത്തുമ്പോഴേ കണ്ടു അവരെ തന്നെ പ്രതീക്ഷിച്ചെന്നതുപോലെ നിൽക്കുന്ന കനികയെയും അശോക് സിംഹയെയും നാഗേന്ദ്ര സിംഹയെയും അവരുടെ കൂട്ടുകാരെയും. ഇതെന്താ, നമ്മളെ വരവേൽക്കാനായിട്ട് കാത്തു നിൽക്കുകയാണോ എല്ലാം കൂടി? ഭാനു പറഞ്ഞു. വരവേൽക്കാൻ നിൽക്കുകയായിരിക്കില്ല, എങ്ങനെ നമുക്കിട്ട് പണി തരാമെന്ന് ആലോചിച്ച് നിൽക്കുകയായിരിക്കും. അത് കണ്ടുകൊണ്ട് സാരംഗി പറഞ്ഞു. അത് ശരിയാ, ദാ അവളുടെ നോട്ടം അത്ര ശരിയല്ല. സാരംഗി പറയുന്നത് കേട്ട ശ്രീദേവ് കനികയെ നോക്കി. ശരിയാണ്, അവൾ ദക്ഷയാണ് നോക്കുന്നത്. അത് കണ്ടതും ശ്രീദേവ് ദക്ഷയ്ക്ക് മുന്നിലേക്ക് കയറി നടന്നു. അവൾക്ക് ഒരു മറ എന്നതുപോലെയാണ് അവൻ നടന്നത്. ഇതിപ്പോൾ കുറേ സമയമായല്ലോ ശ്രീദേവ് പോയിട്ട്. നിങ്ങൾ ഒരുപാട് ദൂരം നടക്കുന്നുണ്ടോ? കനിക ഒരു പുഞ്ചിരി വരുത്തിക്കൊണ്ട് ചോദിച്ചു. കുറച്ച് ദൂരം നടക്കും, ശ്രീദേവ് അത്രമാത്രം പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് ദക്ഷയെ നോക്കി. ആ നോട്ടവും ആ കണ്ണിൻ്റെ ഭാവവും എന്താണെന്ന് മനസ്സിലായതും ദക്ഷ മുന്നിലേക്ക് കയറി വേഗം അകത്തേക്ക് കയറിപ്പോയി. അവൾ പോകുന്നത് നോക്കി നിന്ന നാഗേന്ദ്രനെ കണ്ടതും ശ്രീദേവ് കൈമുഷ്ടി ചുരുട്ടിപ്പിടിച്ചു. അത് കണ്ട റോയ്, ആ, അവൻ്റെ ദേഷ്യം മുഴുവനാണ് അവനാ തീർക്കുന്നത്. അവനെ എങ്ങാനും കിട്ടിയ പഞ്ചിങ് ബാഗാണെന്ന് പറഞ്ഞ് മിക്കവാറും അവൻ ഇടിച്ചു കൂട്ടും. റോയ് പറഞ്ഞു. അതെ, ഒരുപാട് നീ ബലം പിടിക്കണ്ട. അവനിട്ട് ഒരു പണി കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് മനസ്സമാധാനമായിട്ട് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് കാര്യമായിട്ടൊന്ന് അവന് കൊടുത്തേക്കണം കേട്ടോ, റോയ് പതിയെ ശ്രീദേവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ശ്രീദേവിൻ്റെ ചെവിയിലായി അവൻ പറഞ്ഞതെങ്കിലും പുറകിൽ നിന്ന് ഭാനു അത് കേട്ടു. അതെ ശ്രീയേട്ടാ, അതിന് നല്ലൊരു പണി കൊടുക്കണം. അവൻ വന്നപ്പോൾ മുതൽ ഞങ്ങളുടെ പുറകെ തന്നെയാണ് ഓരോന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അവൻ്റെ നോട്ടം കണ്ട കണ്ണ് കുത്തിപ്പൊട്ടിക്കാൻ തോന്നും. ഞങ്ങൾക്ക് സത്യം പറഞ്ഞത് ഒരു പ്രൈവസി അവൻ വന്നേ പിന്നെ പോയതുപോലെ തോന്നുന്നു ശ്രീയേട്ടാ. ഭാനു പറഞ്ഞതും
ഞാൻ ശരിയാക്കിക്കൊള്ളാം. അത്രമാത്രം ശ്രീദേവ് പറഞ്ഞുകൊണ്ട് അവനും അകത്തേക്ക് കയറിപ്പോയി. അവരുടെ പുറകെ തന്നെ ബാക്കിയുള്ളവരും. എല്ലാവരും ഫ്രഷായി താഴേക്ക് വന്നു. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി അവരെ കാത്തുന്നത് പോലെ മുത്തശ്ശൻ ഇരിക്കുന്നുണ്ടായിരുന്നു. വാ മുത്തശ്ശ എന്ന് പറഞ്ഞ് ദക്ഷ മുത്തശ്ശൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. മുത്തശ്ശന് നല്ല ക്ഷീണമുണ്ടല്ലോ, എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? രാവിലെ പറഞ്ഞത് ശരിയാണോ? കാലുവേദനയുണ്ടോ? ദക്ഷ ചോദിച്ചു. ഇല്ല മോളെ, കാലുവേദനയല്ല. കുറേ നേരം ഇരിക്കുമ്പോൾ എഴുന്നേക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്, അത്ര മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല, മുത്തശ്ശൻ പറഞ്ഞു. അവരെല്ലാവരും ഡൈനിങ് റൂമിലേക്ക് നടക്കുമ്പോഴാണ് അയ്യോ എൻ്റെ മോനെ എന്നുള്ള ഒരു കരച്ചിൽ കേൾക്കുന്നത്. ഇതെവിടെ നിന്നാണ് എന്നുള്ള രീതിയിൽ എല്ലാവരും തിരിഞ്ഞു നോക്കിയതും ഭക്ഷണം കഴിക്കാനായിട്ട് അകത്തേക്ക് വന്നുകൊണ്ടിരുന്ന അശോക് സിംഹ ഓടി പുറത്തേക്ക് പോകുന്നത് കണ്ടത്. എന്താ, എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് റോയും ശങ്കറും വിശ്വവും പോകുന്നുണ്ട്. ശ്രീദേവ് എന്ന് പറഞ്ഞ് പ്രധാന വാതിലിൻ്റെ അടുത്ത് വന്ന് കനിക വിളിക്കുന്നത്. എന്തു പറ്റി? അവളുടെ കരച്ചിൽ കണ്ടുകൊണ്ട് മുത്തശ്ശൻ അങ്ങോട്ട് വന്ന് ചോദിച്ചു. അത് ഏട്ടൻ്റെ തലയിൽ എന്തു വീണു. എന്തു വീണുന്ന്? അത് ഒരു പോട്ടാണ് വീണിരിക്കുന്നത്. പോട്ടോ? ആ അതെ, ഏട്ടൻ്റെ നെറ്റിയിൽ നിന്നും തലയിൽ നിന്നെല്ലാം നിറയെ ബ്ലഡ് വരുന്നുണ്ട്. എന്താ? പെട്ടെന്നാണ് അവിടെ ശ്രീദേവിൻ്റെ ശബ്ദം കേട്ടത്. എല്ലാവരും നോക്കിയപ്പോൾ പടികൾ ഇറങ്ങി ഷർട്ടിൻ്റെ കൈ മടക്കി വെച്ച് വരുന്ന ശ്രീദേവിനെ കണ്ടു. അത് മോനെ, നാഗേന്ദ്രൻ തലയിൽ പോട്ട് വീണെന്ന്. പോട്ടോ? അതെവിടുന്ന്? അറിയില്ല ശ്രീദേവ്, അത് ക്ലേ പോട്ടാണ് വീണിരിക്കുന്നത്. നിറയെ ബ്ലഡ് പോകുന്നുണ്ട്, വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കണം, കനിക പറഞ്ഞു. എന്തായാലും എനിക്ക് വരാൻ പറ്റില്ല, കാരണം അറിയാലോ. മുത്തശ്ശ, ആ ചേട്ടനെ ഒന്ന് വിട്ടേക്ക്, അവരുടെ കൂടെ. ആ ഞാൻ പറയാം മോനെ സതീഷിനോട് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ സതീശൻ ചേട്ടനെ വിളിച്ചു. ആ ചേട്ടൻ അപ്പോഴേക്കും സംഭവം അറിഞ്ഞ് ഓടിയെത്തിയിരുന്നു. സതീഷ, വേഗം ഹോസ്പിറ്റലിൽ എത്തിക്ക്, കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ട് ചെയ്തു കൊടുക്കുക, മുത്തശ്ശൻ പറഞ്ഞു. അപ്പോഴേക്കും സതീശൻ ചേട്ടനും വേറെ 2 ജോലിക്കാരും അശോക് സിംഹയും കൂടി നാഗേന്ദ്ര സിംഹയെ എടുത്ത് താങ്ങിക്കൊണ്ട് അവരുടെ വണ്ടിയിലേക്ക് കയറ്റിയിരുന്നു. സതീശൻ ചേട്ടൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി. കാർ എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടതും ഞങ്ങളും കൂടി പോയിക്കോട്ടെ, കനിക ചോദിച്ചതും അതിനെന്താ, ഞാൻ ഡ്രൈവറോട് പറയാം എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ഡ്രൈവറെ വിളിച്ചു. അവരുടെ ഒപ്പം നാഗേന്ദ്രൻ്റെ അമ്മയെയും കനികയെയും എല്ലാവരെയും കയറ്റി വിട്ടു. അവരെല്ലാവരും പോയി കഴിഞ്ഞതും ഇതെവിടെന്നാ പോട്ട് വീണത്? മുകളിലെങ്ങാനും പോട്ടുണ്ടായിരുന്നോ? അയ്യോ! പെട്ടെന്നുള്ള ശ്രീക്കുട്ടിയുടെ ശബ്ദം കേട്ടതും എന്താ? എൻ്റെ പോട്ട്, അവൾ പറഞ്ഞതും നിന്റെ പോട്ടോ? ആ, ഞാനേ ഇവിടെ വന്നപ്പോൾ നല്ല കറ്റാർവാഴ കണ്ടു. അപ്പോൾ ഞാനത് നല്ലൊരു ചെടിച്ചട്ടിയിലാക്കിയിട്ട് മുകളിൽ ആ ബാൽക്കണിയിൽ കൊണ്ടുപോയി വെച്ചിരുന്നു. വീട്ടിൽ പോകുമ്പോൾ കൊണ്ടുപോകാമല്ലോ എന്ന് കരുതി ചെടിച്ചട്ടിയിലൊക്കെ ആക്കി വെച്ചതാ. അതായിരിക്കുമോ ഇനി അയാളുടെ തലയിൽ വീണത്? ശ്രീക്കുട്ടി പറഞ്ഞതും എൻ്റെ ദൈവമേ, നോക്കാം വാ എന്ന് പറഞ്ഞുകൊണ്ട് ഭാനുവും ശ്രീക്കുട്ടിയും ദക്ഷയും ശരണ്യടക്കം എല്ലാവരും പോട്ട് വീണിടത്തേക്ക് ചെന്നു. അയ്യോ എൻ്റെ അലോവേര, ശ്രീക്കുട്ടി പറഞ്ഞതും നിനക്ക് അതാണ് വിഷയം? അയാളുടെ തലയിൽ ഇത്രയും വലിയ ചട്ടി, നീ ഇതെവിടെ നിന്ന് ഈ പോട്ട് എടുത്തുകൊണ്ട് വന്നത്? അതിവിടുത്തെ ഗാർഡനിൽ നിന്ന് കിട്ടിയതാ. നിറയെ മണ്ണുണ്ടായിരുന്നു, അതിലുണ്ടായിരുന്ന ചെടി വാടി നിൽക്കായിരുന്നു. അത് പറിച്ചു കളഞ്ഞ് ഞാൻ അതിൽ ഈ അലോവേര നട്ടത്. ഈശ്വര, അതെല്ലാം പോയല്ലോ. മര്യാദക്കത് പിടിച്ചു വന്നതായിരുന്നു. എന്നാലും ഇതെങ്ങനെയാ വീണത് എന്നാലോചിച്ച് താടിയിൽ ഒന്ന് തടവിക്കൊണ്ട് വിശ്വം തിരിഞ്ഞു നോക്കിയപ്പോൾ ചെറു പുഞ്ചിരിയോടെ വാതിലിക്കൽ തന്നെ നിൽക്കുന്ന ശ്രീദേവിനെ കണ്ടതും വിശ്വത്തിൻ്റെ കണ്ണൊന്ന് മിഴിഞ്ഞു. വിശ്വം റോയിയെ നോക്കി. റോയി എന്താണെന്ന് ചോദിച്ചതും വിശ്വം കണ്ണ് കാണിച്ച് ശ്രീദേവിനെ കാണിച്ചു കൊടുത്തു. ചെറു പുഞ്ചിരിയോടെ നിൽക്കുന്ന ശ്രീദേവിനെ കണ്ടതും റോയും വിശ്വവും പരസ്പരം നോക്കി. നീയാണോ എന്നുള്ള രീതിയിൽ തലയണക്കിയതും ശ്രീദേവ് അപ്പോഴും ആ പുഞ്ചിരിയോടെ തന്നെ തിരിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി. ഇവൻ സിനിമയിൽ ചെയ്ത കാര്യങ്ങളെല്ലാം പരീക്ഷിക്കാൻ തുടങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു, വിശ്വം പതിയെ പറഞ്ഞതും. ആ, അല്ലെങ്കിലും അവനത് തന്നെ വേണം. അവൻ്റെ പെണ്ണിനെ നോക്കി നിൽക്കുന്നതേ ഇന്നലെ അവൻ കണ്ടിരുന്നു. അവന് ഡയറക്റ്റായിട്ട് പണി കൊടുക്കാൻ പറ്റില്ലല്ലോ, ഇങ്ങനെയല്ലേ കൊടുക്കാൻ പറ്റൂ. അതവൻ ചെയ്തു, അത്ര തന്നെ. ആര് പറഞ്ഞു?
ശ്രീദേവിന് ഡയറക്റ്റായിട്ട് പണി കൊടുക്കാൻ പറ്റില്ലെന്ന്. അവൻ മറ്റെന്തോ കരുതി വെച്ചിട്ടാണ് മിണ്ടാതെ നിൽക്കുന്നത്. അല്ലെങ്കിൽ അവൻ ഇങ്ങനെ വളഞ്ഞു മൂക്ക് പിടിക്കില്ല. അവൻ നേരിട്ട് ചെന്ന് അവന് കൊടുക്കാവുന്നത് കൊടുത്തിട്ടേ അവൻ പോരൂ. വിശ്വം പറഞ്ഞു. അതും ശരിയാണ്. എന്തായാലും സമാധാനമായിട്ട് ഇനിയിരിക്കാം. അവൻ്റെ വിഷു അത് ഹോസ്പിറ്റലിൽ ആഘോഷിച്ചാൽ മതി. കൊള്ള തിരുമാലി. പല്ല് കടിച്ചുകൊണ്ട് റോയ് പറഞ്ഞു. എന്നാലും ഇതെങ്ങനെ വീണു എന്നാലോചിച്ചു കൊണ്ട് നിൽക്കുന്ന പെൺപിള്ളേരെ കണ്ടതും, അതെ, ഇനി അത് എങ്ങനെയാ വീണെന്ന് കണ്ടുപിടിച്ചിട്ടേ നിങ്ങൾ വരുന്നുള്ളൂ എങ്കിൽ അവിടെ നിൽക്കൂട്ടോ, ഞങ്ങൾ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് റോയും വിച്ചുവും നടന്നു. അവരുടെ കൂടെ മുത്തശ്ശനും. എന്നാലും ഒന്ന് നിർത്തുന്നുണ്ടോ? കുറേ നേരായി എന്നാലും എന്ന് ചോദിക്കുന്നത്. നീ മനഃപൂർവ്വം ആ ചട്ടി അവിടെ കൊണ്ടുപോയി വെച്ച് അവൻ്റെ തലയിൽ ഇട്ടതാണോ എന്നെനിക്ക് സംശയമുണ്ട്. അത് പറഞ്ഞുകൊണ്ട് നിന്ന ശ്രീകുട്ടിയെ നോക്കിക്കൊണ്ട് വിശ്വം പറഞ്ഞു. അയ്യോ, ഞാനെന്താ കുമ്പിടിയോ? ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ലേ? പിന്നെ എങ്ങനെയാ എന്നെ അവിടെ കാണുന്നത്? ഇതിന് പിറകിൽ ആരുടെയോ വെളുത്ത കരങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ടുപിടിക്കണം. ശങ്കർ പറഞ്ഞതും, നീ വേഗം ചെന്ന് കണ്ടുപിടിക്കുക കേട്ടോ. കണ്ടുപിടിച്ചിട്ട് വേണമെങ്കിൽ ഭക്ഷണം കഴിക്കാൻ വന്നാൽ മതി. റോയ് ശങ്കറിനോട് പറഞ്ഞതും, അതിൻ്റെ ആവശ്യമില്ല, അവന് കിട്ടേണ്ടത് തന്നെയാ. ഞാൻ മിക്കവാറും ഒലക്കെടുത്തടിക്കുന്ന വിചാരിച്ചത്. അത് പോട്ടിൻ്റെ രൂപത്തിൽ വന്നത് നന്നായി, ശങ്കറും പറഞ്ഞു. എല്ലാവരും അത് കേട്ട് ചിരിയോടെ അകത്തേക്ക് കയറിപ്പോയി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ സ്റ്റോറിയുടെ ലെങ്ത്ത് കൂടിയിട്ടുണ്ടേ. അപ്പോൾ എനിക്കെന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ. ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.